സാർ? ഒരു മിനിറ്റ്. ആ കാർത്തിയനമ്മയില്ലേ? ചിട്ടി കമ്പനിയാണോ? ഒരു ചിട്ടി കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചനയുണ്ട്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാം. കാർത്തിയനമ്മയില്ലേ? എനിക്ക് ആളെ മനസ്സിലായില്ലല്ലോ. നീ കാർത്തിയനമ്മയുടെ മോനാണോ? അത് നിങ്ങൾ ആരെന്നൂടാ? അമ്മ വിളിയടാ. ചൂടാവാതെ ചെറുക്ക, ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ. നീ ഒന്ന് ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ വന്നിട്ടുണ്ടെന്ന് പറ. ഓ ഓ ചെല്ല്. അതിപ്പോ മോന് ചെന്ന് പറ. അമ്മ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയമ്മേ? അമ്മ പറഞ്ഞാലേ അയാൾ കാര്യമായിട്ട് എടുക്കൂ. അതെ, എന്നാലും ഞാനിപ്പോ എന്തോന്ന് വെച്ചെന്ന് പറയുന്നേ? അത് ഞാൻ പറഞ്ഞു തരണോ? വീട് ഒഴിയാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും. തൽക്കാലം ഒഴിയാൻ ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞു വെച്ചാൽ മതി. മതിയോ? ആ മതി. ശരി. അല്ലെങ്കിൽ എന്റെ മക്കള് തന്നെയെന്ന് പറ. ഗുരുവായൂരപ്പാ. ഞങ്ങള് വീട് ഒഴിയില്ല. കൂടുതലൊന്നും പറയാനില്ല. വീട് ഒഴിയാൻ പറ്റില്ല. ഞാൻ ഹൗസ് ഓണറാണ്. ഒരു കത്തയച്ചിരുന്ന് കിട്ടിക്കാണല്ലോ. ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ. പണിക്കര് കൂടുതലൊന്നും എന്നോട് പറയരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വീട് ഒഴിയാൻ പറ്റില്ല. ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത്? 9 കൊല്ലക്കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ച ഒരു ഹൗസ് ഓണറുടെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ചങ്കൂറ്റമുണ്ടായി? പറയൂ. പൈപ്പ് ലൈൻ നന്നാക്കാനും ടാങ്ക് കെട്ടി തരാനും 100 വട്ടം കത്തയച്ചപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ഹൗസ് ഓണറല്ലേ നിങ്ങൾ? അത് ശരി. അണിയറയിൽ വേറെ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നട്ടലുള്ള ആണുങ്ങളുണ്ട്. വിളി, ഞാൻ അവരോട് സംസാരിക്കാം. നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞ ഞങ്ങൾക്ക് വീട് തന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഹൗസ് ഓണർ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ശരി. ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ? ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ്. ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ, അപ്പൊ മാറാം. അപ്പൊ വരുന്നോ? കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത്. വാതില് തുറന്ന ഒരു വാലി ചെറുക്കനുണ്ടല്ലോ, അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റി ഏകദേശം 1 രൂപ എനിക്ക് പിടികിട്ടി. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. മര്യാദെങ്കിൽ പണിക്കൊരു മര്യാദ, പെശക പണിക്കൊരു മഹാപെശക. ചുമ്മാതല്ലോ, മാസം വാടക കൊടുത്തിട്ടാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. എടാ വാടക, നിങ്ങളുടെ 1 മാസത്തെ വാടക ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാൻ തികയത്തില്ല. വാടക വേഷം കെട്ട് എന്റെ അടുത്ത് കാണിക്കരുത്. സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും പിടിച്ചെടുക്കി ഗേറ്റ് പൊട്ടും. ആരാപ്പോ ഗേറ്റ് അടക്കണേ? നിങ്ങളാണ് പുറത്ത് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ വന്നേ? ഇന്നോ അതോ നാളെ ഇപ്പൊ പറയണം. നമ്മൾ ഹൗസ് ഓണറാന്ന് തോന്നുന്നുണ്ട്. എന്താ നിങ്ങളുടെ പേര്? കൃഷ്ണൻ പണിക്കരോ? അല്ല, ഗോപാലകൃഷ്ണ പണിക്കർ. ആ പണിക്കരെ, വാടക കൂട്ടി കിട്ടാനുള്ള അടവാണല്ലത്. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് വരട്ടുക. താൻ ആരാടോ? ഇതെന്റെ വീടാ. അതെ, ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക. കാർത്തിയാനിയമ്മയും മക്കളും ഇവിടെ തന്നെ താമസിക്കും. എന്റെ വീട്ടിലൊരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. 9 കൊല്ലായിട്ട്. എത്ര കൊല്ലാലും ശരി, ഞാൻ ഇവരെ ഇവിടെ നടക്കും. ഭീഷണിപ്പെടുത്തെടുക്കാൻ ശ്രമിച്ചാൽ പണിക്കര് വീടറിയും. താൻ എന്നെ എന്തോ ചെയ്യും? വിഴുങ്ങോ? ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ? ഒരു സൂട്ട് അങ്ങോട്ട് ഫയൽ ചെയ്താലേ പോലീസും നടക്കും. സെക്ഷൻ 11 3ാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഓണർക്ക് താമസിക്കാനാണെങ്കിൽ വാടകക്കാരൻ എത്രയും പെട്ടെന്ന് ഒഴിയണം. എന്നാലും നിയമം പഠിപ്പിക്കണ്ട. ഇനി നിങ്ങൾ കോടതി പറയായിരിക്കും ഞങ്ങൾ 9 വർഷമായിട്ട് താമസിക്കുകയാണല്ലോ, അതുകൊണ്ട് കുടികിടപ്പ് അവകാശം വേണമെന്ന്. ഒരു കാര്യമില്ല. ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാമോഹിക്കാൻ വേണ്ട. കെട്ടിടത്തിന്റെ മതിപ്പ് വില 750 രൂപയെ കൂടുതലാണെങ്കിൽ തുക്കടി സായിപ്പ് വിചാരിച്ചാൽ പോലും കുടികിടപ്പ് അവകാശം കിട്ടില്ല. അതുകൊണ്ട് ആരും കേസിനും വയ്യാവേലിക്കും പോയിട്ട് ഒരു കാര്യമില്ല. ആളൊരു വരെ വടിയാക്കരുത്.
കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഡോ അത്ര തെറിയാളായി താനേ പോടോ. ഇവിടെ മനുഷ്യര് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. നിങ്ങളിപ്പോ കുറെ നിയമം പ്രസംഗിച്ചല്ലോ ഇവിടെ. വിവരമുള്ള വക്കീൽമാരെ നമ്മളൊന്ന് കാണട്ടാണ്, എന്നിട്ട് തീരുമാനിക്കാം. തന്നെ പോലെ വിവരം കെട്ട അയൽപ്പക്കക്കാര് കാരണം ഇവര് കഷ്ടത്തിലാവും. മര്യാദയ്ക്ക് സംസാരിക്കാം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും, എല്ലാത്തിനും കയറ്റും. ആഹാ ഓടോ. ചേച്ചി, ഇത് ടീച്ചർ തന്നതാ. ഭക്ഷണ വസ്തുക്കളെ 7ആയി തരംതിരിച്ചിരിക്കുന്നു. 1 ഇലക്കറികൾ, മത്തങ്ങ, കാരറ്റ് തുടങ്ങിയവ. 2 തക്കാളി, നാരങ്ങ തുടങ്ങിയവ. 3 പഴങ്ങൾ, പച്ചക്കറികൾ. 4 മുട്ട, മത്സ്യം. എന്തോന്നായത്? പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ. പഴവർഗ്ഗങ്ങൾ നല്ലോണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. ആഹാ, എന്നാ ടീച്ചറിനോട് തന്നെ വാങ്ങിച്ചു തരാൻ പറ. പോടി അമ്മ, ഞാൻ പോകുന്നു. ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ? ഭയങ്കര വൃത്തികേടായി പോയി. കുട്ടിയുടെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? തീരെയില്ല. എന്റെ അമ്മയെ പോലും സ്ത്രീയല്ലേ അവര്. ഇത് കുറച്ച് മുറുക്കാനാ അമ്മയ്ക്ക് കൊടുക്കാൻ. അമ്മ മുറുക്ക് തുടങ്ങിയിട്ടില്ല. ഇല്ലേ? കുട്ടി എവിടെ പോവാ? കേസ് കൊടുത്തോ? അയ്യേ, കേസോ? ഞാനോ? നിങ്ങളുടെ പേരിലോ? കണക്കായി പോയി. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ. അമ്മ അകത്തില്ലേ? എന്തിനാ? വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ. വേണ്ട, ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും. കുട്ടിക്ക് എന്നോടുള്ള പിണക്കം തീർന്നില്ലല്ലേ? അതിന് നമ്മൾ തമ്മിൽ ഇണങ്ങിയിട്ടില്ലല്ലോ. ആ, അനിയത്തിയായിരിക്കും. ടിങ്കിടി. എനിക്ക് ഓഫീസിൽ പോണം. വെക്കുള്ളൂ. ഞാൻ അമ്മയായിട്ട് വല്ല തമാശയൊക്കെ പറഞ്ഞിരിക്കാം. ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ്, അമ്മയല്ല. എന്താ ഉമ്മർക്ക് ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെ പുറപ്പാട്. എനിക്ക് പോണം. ഉമ്മർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ധൈര്യമായിട്ട് പോ. എന്താണ് എനിക്കത്? എന്താ? അതെന്നാണ് ഞാൻ ചോദിക്കുന്നത്, എന്താന്ന്. ആ, ഹൗസ് ഓണറിന്, നിങ്ങളോടല്ല, ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടകക്കാരോട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാണ് ഗൃഹനാഥാന്നല്ലേ പറഞ്ഞത്? വാളെടുത്ത് നിന്നൊന്നും വെളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദയുടെ ഒരു അംശം തൊട്ട് തീണ്ടിട്ടില്ല. പക്ഷേ ഇത് ബസ് സ്റ്റോപ്പാണ്. അറിയാം. ഓ, മറ്റുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ, വിഷമമായിരിക്കും. കേൾക്കട്ടെ. ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് അറിയാവുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ കാണുമല്ലോ. എവിടെ പോകുന്നു? പൗഡറും പൂശി പൊട്ടുമൊക്കെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥ ചമ നടക്കാം. ഞാൻ നിങ്ങൾ വെറുതെ വിടില്ല. സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കാമെന്ന് കരുതി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ അവമാനിച്ചു. മിസ്റ്റർ, എന്താ മിസ്റ്റർ? റോഡിൽ വെച്ച് സ്ത്രീകളോട് ബഹളം വയ്ക്കുന്നത് ശരിയല്ല. ബഹളം വയ്ക്കുന്നത് ശരിയല്ലേ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റി ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ ഇറക്കി വിട്ടാ ഇനി സഹിക്കാൻ പറ്റില്ല. ഇന്ന് 2-1 അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്താ നോക്കി പേടിപ്പിക്കാണോ? അതെ, ഓഫീസിൽ പോകുന്ന പിന്നായിട്ട് എനിക്ക് തീരുമാനം അറിയണം. ഇറങ്ങാൻ ഇറങ്ങാൻ ഇറങ്ങാൻ. ആ കൊച്ചിനെ ഇറങ്ങട്ടെ. വണ്ടിയല്ലേ ആ കൊച്ചിൽ. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഇവിടെ സോഷ്യലിസം വരും. കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിധിച്ചിട്ടില്ല. ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. ഒന്നും മിണ്ടാതെ വന്നത് ശരിയായില്ല. 4 ആളുകൾക്ക് 4 ചേച്ചേ, അയാളെ പോലെ നമ്മൾ സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ? എന്ത് സംസ്കാരം? ഇതിനൊക്കെ അതേ ഉള്ളു മരുന്ന്. ഞാനായിരുന്നെങ്കിൽ അവന്റെ കരണപറ്റിക്ക് കണ്ടു കൊടുത്തേനെ. അയാള് തിരിച്ചു തല്ലിയാലോ? പെണ്ണുങ്ങളെ തല്ലിയാവ വിവരം അറിയും. നീ കണ്ടിട്ടില്ലേ?
ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും. തൊലിവെളുപ്പുള്ള പെമ്പിള്ളാർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ആളുകൾ ഒരു ചാൻസ് നോക്കി നടക്കുക. ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കേസല്ല അയാള്. എന്തിനും തയ്യാറായിട്ടുള്ള പ്രകൃത. കാശുകാരനാണല്ലോ, അതുകൊണ്ട് തിന്നു കൊഴിപ്പിച്ചെടുത്തിരിക്കുക ശരീരം ആളുകളുടെ മെക്കിട്ട് കയറാൻ. അപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണോ? പേടിച്ചിട്ടോ? അതേതായാലും ഇല്ല. 8-9 കൊല്ലായിട്ട് താമസിക്കുന്ന വീടല്ലേ ചേച്ചിയത്. അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റൂ? ഉമ്മർക്ക് പറയുന്നത് ഒരിക്കലും ഇറങ്ങണ്ടെന്നാ. അതാ അതിന്റെ ശരി. മോനെ നോക്കുന്ന സ്ത്രീക്ക് നല്ല സുഖമില്ല. ഉച്ച മുതൽ ഞാൻ ലീവാ. നാളെ കാണാം. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കുക നിവൃത്തിയുള്ളൂ. അരിയേഴ്സ് എല്ലാ കാലത്തും അരിയേഴ്സ് ആയി നിലനിൽക്കും. അതെ, പിന്നെ ഇനി പെൻഷന്റെ കൂടെ നോക്കിയാൽ മതി. ഈ ഫയലുകളെല്ലാം കൂടി ഡെസ്പാച്ച് കൊടുത്തേക്കാം. ശരി. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ ഈ ഫയൽ ഉണ്ടല്ലോ. നോ ദാറ്റ്. ഞാൻ ആ കുട്ടിയുടെ ഹൗസ് ഓർഡറാ. ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം സംസാരിക്കാനുണ്ട്. ഓഫീസ് സമയത്ത് ആരെയും കാണാൻ പറ്റില്ല. ഓഫീസ് ടൈമിൽ പറ്റും. ഞാൻ ഹൈക്കോടതി വരെ സോറി ഓഫീസ് ടൈമിൽ ആളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താ ഒരു കാര്യം സംസാരിക്കണം. ആഹാ ദേ, നിങ്ങളെ അന്വേഷിച്ചേ രാവിലെ പോലെ ഞാൻ നടക്കാം. ഞാൻ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല. എന്നെ വെയിലത്തെടുത്തിട്ട് എന്റെ ചക്കരക്കുട്ടി ഫാൻ അടിയിട്ട് സൂഹിക്കുക. എന്നിട്ട് അയാളെ പറ്റി പുറത്താക്കി സാറേ. ഞാൻ ഒരു കാര്യം സംസാരിക്കാൻ ആളെ കുട്ടി പഠിക്കാൻ ഇറക്കി വിടാൻ നോക്കാം. ഈ ഗോവഷ് കളിക്കുന്ന അങ്ങനെ ആരും തോന്നിട്ടില്ല. ഞാൻ നിന്നെ ഞാൻ ഇത് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ പോകുന്നു. ഞാൻ വീണ്ടും പൂർവാധി ശക്തിയോടെ തിരിച്ചു വരും. പോയിക്കോ. പ്രശ്നം അയാൾ ആരാ?